Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നീ എന്തിനാ നിന്റെ DP മാറ്റിയത്? നീ എന്തിനാ നിന്റെ DP മാറ്റിയത്? DP എന്നതിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ പിക്ചർ. ഓക്കെ, അതായത് വാട്സാപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തിനാണ് നീ DP മാറ്റിയത്? Why did you change your DP? Why did you change your DP? നീ എന്തിനാ അത് നിന്റെ സ്റ്റേറ്റസിൽ ഇട്ടത്? നീ എന്തിനാ അത് നിന്റെ സ്റ്റാറ്റസിൽ ഇട്ടത്? Why did you put it in your status? Why did you put it in your status? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് STATUS എന്ന വാക്കിന് രണ്ട് രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാം. ഒന്ന് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ ആണ്, അത് സ്റ്റേറ്റസ് എന്നാണ് പറയുക. ഇതിനെ തന്നെ അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്നത് സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ ഏത് വിധത്തിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യാവുന്നതാണ്. നീ എന്താ എൻ്റെ കോൾ എടുക്കാഞ്ഞത്? നീ എന്താ എൻ്റെ കോൾ എടുക്കാഞ്ഞത്? Why didn't you pick my call? Why didn't you pick my call? കോൾ എടുക്കാത്തത് എന്നതിനെ മൂന്ന് രീതിയിൽ പറയാം. Why didn't you pick my call? അല്ലെങ്കിൽ Why didn't you take my call? അതുമല്ലെങ്കിൽ Why didn't you answer my call? അപ്പോൾ മൂന്ന് രീതിയിൽ പറയാം. Pick my call, take my call, answer my call. ഈ മെസ്സേജ് ഗ്രൂപ്പിൽ ഇടരുത്. ഈ മെസ്സേജ് ഗ്രൂപ്പിൽ ഇടരുത് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യരുത്. ഡോണ്ട് ഫോർവേഡ് ദിസ് മെസ്സേജ് ടു ദ ഗ്രൂപ്പ്. ഡോണ്ട് ഫോർവേഡ് ദിസ് മെസ്സേജ് ടു ദ ഗ്രൂപ്പ്. ഇവിടെ മെസ്സേജ് എന്ന് പറയരുത്, മെസ്സേജ്. എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ചോളൂ. എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ചോളൂ. കോൾ മീ എനി ടൈം. കോൾ മീ എനി ടൈം. അതേപോലെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചോളൂ എന്ന് പറയണമെങ്കിൽ ടെക്സ്റ്റ് മീ എനി ടൈം. ടെക്സ്റ്റ് മീ എനി ടൈം. അയാളുടെ നമ്പർ എനിക്ക് അയച്ചു തരൂ. അയാളുടെ നമ്പർ എനിക്ക് അയച്ചു തരൂ. സെൻഡ് മീ ഹിസ് നമ്പർ. സെൻഡ് മീ ഹിസ് നമ്പർ. സെൻഡ് എന്ന് പറഞ്ഞാൽ അയക്കുക. അപ്പോൾ അയാളുടെ നമ്പർ എനിക്ക് അയച്ചു തരൂ. സെൻഡ് മീ ഹിസ് നമ്പർ. എൻ്റെ ഡേറ്റ തീർന്നു. എൻ്റെ ഡേറ്റ തീർന്നു. I have run out of my data. I have run out of my data. Run out എന്ന് പറഞ്ഞാൽ തീരുക എന്നർത്ഥമാണ് ഇവിടെ. അല്ലാതെ റൺ എന്ന് പറഞ്ഞാൽ ഓടുക, ഔട്ട് പറഞ്ഞാൽ പുറത്തേക്ക്. അപ്പോൾ പുറത്തേക്ക് ഓടുക എന്നതല്ല ഇവിടെ അർത്ഥം. ഇതൊരു ഫ്രേസൽ വേർബാണ്. റൺ ഔട്ട് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള ഒരു കാര്യം, ഒരു സംഗതി തീരുക എന്നർത്ഥമാണ്. അപ്പോൾ ഐ ഹാവ് റൺ ഔട്ട് ഓഫ് മണി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള പൈസ തീർന്നു. ഞാനത് മുൻപേ അയച്ചു. ഞാനത് മുൻപേ അയച്ചു, അതായത് മുന്നേ തന്നെ അയച്ചു. ഐ ഹാവ് ഓൾറെഡി സെൻറ്റ് ഇറ്റ്. ഐ ഹാവ് ഓൾറെഡി സെൻറ്റ് ഇറ്റ്. നേരത്തെ നമ്മൾ സെൻഡ് മീ ഹിസ് നമ്പർ എന്ന് പറഞ്ഞ സെന്റൻസിൽ SEND സെൻഡ് അയക്കുക. ഇവിടെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സെൻറ്റ്, SENT, അതായത് ഓൾറെഡി നമ്മൾ അയച്ചു. അപ്പൊ അതിനെയാണ് ഐ ഹാവ് ഓൾറെഡി സെൻറ്റ് ഇറ്റ് ഇവിടെ പറയുന്നത്. അപ്പൊ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ നെറ്റ് കണക്ഷൻ വളരെ മോശമാണ്. എൻ്റെ നെറ്റ് കണക്ഷൻ വളരെ മോശമാണ്. മൈ നെറ്റ് കണക്ഷൻ ഈസ് വെരി പുവർ. മൈ നെറ്റ് കണക്ഷൻ ഈസ് വെരി പുവർ അല്ലെങ്കിൽ വെരി ബാഡ്, വളരെ മോശം. നീ എത്ര ഓൺലൈനിൽ കാണും. നീ എത്ര നേരം ഓൺലൈനിൽ കാണും അല്ലെങ്കിൽ ഉണ്ടാകും. നീ എത്ര നേരം ഓൺലൈനിൽ ഉണ്ടാകും. ഹൗ ലോങ് വിൽ യു ബി ഓൺലൈൻ. ഹൗ ലോങ് വിൽ യു ബി ഓൺലൈൻ. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നേരം. വിൽ യു ബി ഓൺലൈൻ, നീ ഓൺലൈനിൽ ഉണ്ടാകും. ഇപ്പോൾ സംസാരിക്കാൻ നിനക്ക് ഒഴിവുണ്ടോ. ഇപ്പോൾ സംസാരിക്കാൻ നിനക്ക് ഒഴിവുണ്ടോ. ആർ യു ഫ്രീ ടു ടോക്ക് നൗ. ആർ യു ഫ്രീ ടു ടോക്ക് നൗ. ഫ്രീ ടു ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ഒഴിവുണ്ടോ. നൗ, ഇപ്പോൾ.
ഇപ്പോൾ സംസാരിക്കാൻ നിനക്ക് സമയമുണ്ടോ? നേരത്തെ നമ്മൾ ഒഴിവുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ സംസാരിക്കാൻ നിനക്ക് സമയമുണ്ടോ? ഡു യു ഹാവ് ടൈം ടു ടോക്ക്? ഡു യു ഹാവ് ടൈം ടോക്ക് നൗ? ഡു യു ഹാവ് ടൈം? നിനക്ക് സമയമുണ്ടോ? ടോക്ക് നൗ. ഇപ്പോൾ സംസാരിക്കാൻ. അവൻ ഓൺലൈനിൽ ഉണ്ടോ? അവൻ ഓൺലൈനിൽ ഉണ്ടോ? ഈസ് ഹി ഓൺലൈൻ? ഈസ് ഹി ഓൺലൈൻ? അവൻ ഓൺലൈനിൽ ഉണ്ടോ? അവൻ ഓഫ്ലൈൻ ആണ്. അവൻ ഓഫ്ലൈൻ ആണ്. ഹി ഈസ് ഓഫ്ലൈൻ. ഹി ഈസ് ഓഫ്ലൈൻ. അവൻ ഓൺലൈനിൽ ഇല്ല. അവൻ ഓൺലൈനിൽ ഇല്ല. ഹി ഈസ് നോട്ട് ഓൺലൈൻ. ഹി ഈസ് നോട്ട് ഓൺലൈൻ. ഇപ്പോ ഓൺലൈനിൽ ഇല്ലാത്തതിനെ നമുക്ക് ഹി ഈസ് ഓഫ്ലൈൻ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഹി ഈസ് നോട്ട് ഓൺലൈൻ അങ്ങനെ പറയാം. നീ എൻ്റെ വോയിസ് മെസ്സേജ് കേട്ടോ? നീ എൻ്റെ വോയിസ് മെസ്സേജ് കേട്ടോ? Did you listen to my voice note? Did you listen to my voice note? Voice message, message അല്ലെങ്കിൽ voice note. Did you listen to my voice note? ഇവിടെ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം. അതായത് listen, LISTEN എന്ന് പറഞ്ഞാൽ കേൾക്കുക. ഇതേ തന്നെയാണ് hear, HEAR. അപ്പോൾ did you hear my voice note? അങ്ങനെ ചിലപ്പോൾ പറയാം. അല്ലെങ്കിൽ did you listen to my voice note? പക്ഷേ ഈ listen and hear രണ്ടും മലയാളത്തിൽ കേൾക്കുക എന്നർത്ഥമാണെങ്കിലും ഇംഗ്ലീഷിൽ അതിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ലിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ലിസൺ എന്ന് പറയുക. ഹിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, യാതൊരു പരിശ്രമവും കൂടാതെ നമ്മുടെ കാതുകളിൽ വന്ന് വീഴുന്ന ഒന്നിനെയാണ് നമ്മൾ ഹിയർ. അതായത് ഞാനൊരു പാട്ട് കേട്ടു, നടന്നു പോകുമ്പോൾ ഞാനൊരു പാട്ട് കേട്ടു. സോ ഐ ഹേർഡ് എ സോങ് വൈൽ വാക്കിംഗ്. അതേപോലെ ഞാൻ മൊബൈലിൽ പാട്ട് കേൾക്കുകയാണ് എന്ന് പറയണമെങ്കിൽ ഐ എം ലിസ്ണിംഗ് ടു സോങ്സ് ഓൺ മൈ മൊബൈൽ. അല്ലാതെ ഐ എം ഹിയറിംഗ് സോങ്സ് ഓൺ മൈ മൊബൈൽ എന്ന് പറയില്ല. ലിസൺ എന്ന് പറഞ്ഞാൽ കേൾക്കുക, ശ്രവിക്കുക. ഓക്കെ, അപ്പോ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.